إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أفقالها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണേ എന്ന് ആദ്യമായി സ്വന്തം നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് നൽകുകയാണ്, ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പാരത്രിക ലോകത്ത് ഉന്നതമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ജനങ്ങൾ രണ്ടു രീതിയിലാണ് സാധാരണ
സമീപിക്കാറുള്ളത്. ഒരു വിഭാഗം ആളുകൾ അവർ വിശുദ്ധ ഖുർആനിനെ വളരെ ഭംഗിയായി ധാരാളം പാരായണം ചെയ്യുന്നു, ഓതുന്നു. അതിൻ്റെ അർത്ഥമോ ആശയമോ എന്താണ് എന്ന് മനസ്സിലാക്കാതെ കേവലം പാരായണത്തോട് പാരായണം എന്ന രൂപത്തിലാണ് ഒരുപാട് ആളുകൾ. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ കേവല പാരായണം, അർത്ഥമറിയാത്ത പാരായണത്തിന് ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അഥവാ അർത്ഥമറിയാതെ ഒരിക്കലും ഓതാൻ പാടില്ല, അതിന് കൂലി കിട്ടൂല എന്നൊരിക്കലും നമുക്ക് വാദമില്ല, പറയുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവതരിപ്പിക്കപ്പെട്ടത്, ആ ലക്ഷ്യ പൂർത്തീകരണം കേവലം അർത്ഥമറിയാതെ പാരായണത്തിലൂടെ നമുക്കൊരിക്കലും സാധ്യമാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കേവല പാരായണത്തിന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ ഒരു നന്മ 10 ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, ഞാൻ ഒരിക്കലും അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് എന്നത് ഒരക്ഷരമാണ്, ലാം എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്, മീം എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്. ഇത് 3 അക്ഷരമാണ്. 3-ന് 30 പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ഒരു അർത്ഥവുമില്ലാത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, നമ്മളതിനെ അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വെച്ചു, നമ്മൾ പാരായണം ചെയ്യുന്നു. അതിന് പോലും നമുക്ക് 30 പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിൽ നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാം വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. നിശ്ചയമായിട്ടും ഏതൊരു കൂട്ടരാണോ അല്ലാഹുവിൻ്റെ കിതാബിനെ തിലാവത്ത് നടത്തുന്നത്, പാരായണം ചെയ്യുന്നത്, വഅഖാമുസ്സലാം, അതോടൊപ്പം തന്നെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നത്, നാം നൽകിയതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാരോ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. അഥവാ വിശുദ്ധ ഖുർആൻ തൊട്ടാൽ പ്രതിഫലം, വായിച്ചാൽ പ്രതിഫലം, ഓർത്താൽ പ്രതിഫലം, ഇഫ്ളാക്കിയാൽ പ്രതിഫലം, ഇങ്ങനെ ധാരാളക്കണക്കിന് നമുക്ക് നഷ്ടമില്ലാത്തൊരു കച്ചവടം, ലാഭക്കച്ചവടം മാത്രമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഈ ഖുർആനിനെ ഉന്നത്തോടുകൂടിയല്ലാതെ ഓതിയാൽ, അഥവാ ഭംഗിയാക്കാതെ, മണിക്കാതെ, രാഗമില്ലാതെ ഓതിയാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ ഒരിക്കലും പിശാച് ഉണ്ടാവുകയില്ല, പിശാച് നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേവല പാരായണത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നാം അറിയേണ്ടത്, പാരായണം നടത്തുക, ധാരാളം നമ്മൾ പാരായണം നടത്തുക നമ്മുടെ വീട്ടിൽ. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠനം. എന്താണ് ഞാൻ ഈ ഓതുന്നത്, എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്നതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഫ്ഖാലുഹാ, അവർ ഈ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഈ ഖുർആനിനെ കുറിച്ച് അവരുടെ ഹൃദയങ്ങൾക്ക് എന്താ പൂട്ടിട്ടിരിക്കുകയാണോ, ലോക്ക് ചെയ്തിരിക്കുകയാണോ? എന്തുകൊണ്ട് അവർ ഈ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിലൂടെ ഖുർആൻ പഠിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു പറഞ്ഞു, നാം ഇറക്കിയ ഈ കിതാബ് വലിയ മുബാറക്കായ, അനുഗ്രഹമേറിയ ഗ്രന്ഥമാകുന്നു. അതിൻ്റെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കുവാൻ വേണ്ടി, ഉത്ബുദ്ധരാവാൻ വേണ്ടി, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ഉത്ബുദ്ധരാവാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലൂടെയും
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞു പാരായണം ചെയ്യുക. കേവല പാരായണം നടത്താം, ഇഷ്ടം പോലെ നടത്താം. അതോടൊപ്പം തന്നെ ഖുർആൻ പഠനത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം നടത്തിയാൽ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്താൽ, അതിൻ്റെ അർത്ഥം പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ മാറ്റം വരുത്തുകയുള്ളൂ. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികളെ അവരെ പരിപൂർണമായിട്ടും മാറ്റിയത്, നന്നാക്കിയത് ഈ ഖുർആനായിരുന്നു. ബിംബങ്ങൾ ആരാധിച്ചിരുന്ന, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തിയിരുന്നവർ അല്ലാഹുവിന്റെ ഖുർആനിലെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് വായിച്ചപ്പോൾ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും വിളിച്ചു ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് മനസ്സിലായി, പഠിച്ചപ്പോൾ മനസ്സിലായി, അവർ ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി ഏകനായ റബ്ബിനെ വിളിച്ചു മാത്രം പ്രാർത്ഥിക്കാൻ അവർ തുടങ്ങി. ലാ തഖറബു സിന, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല, അത് നീചവൃത്തിയാണെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ആ സമൂഹം വ്യഭിചാരത്തിൽ നിന്നും മാറി നിന്നു. ലാ തഅകുലു റിബ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇരട്ടിയായി പലിശ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പലിശയുടെ വലിയ വലിയ ഇടപാടുകൾ നടത്തിയവർ പോലും ആ പലിശയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ദൂരെ മാറിയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, കള്ള്, പ്രതിഷ്ഠ, ചൂതാട്ടം തുടങ്ങിയിട്ടുള്ള എല്ലാം അത് ശൈത്താന്റെ അമലാണ്, ശൈത്താന്റെ പ്രവർത്തനമാണ്, നിങ്ങൾ അതിനെ വർജിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വർജിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിച്ചത് കൊണ്ടാണ്, മനസ്സിലാക്കിയത് കൊണ്ടാണ്, ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ആ സമൂഹം നന്നാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം നന്നാകാത്തതും വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ജാറത്തിലേക്ക് പോയി അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നു, മദ്യപിക്കുന്നു, പലിശ തിന്നുന്നു. എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം, ആശയം അവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു എന്നോട് എന്താണ് ഈ പറയുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. അതെ, നമുക്ക് ഭയപ്പാടുണ്ടാകണമെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനിനെ എങ്ങാനും നമ്മൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ തകിടുപൊടിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്രമാത്രം ഗാംഭീര്യമുള്ള ഈ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മുടെ ഹൃദയത്തിന് കുലുക്കമുണ്ടായില്ല, ഭയഭക്തി ഉണ്ടായില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടായില്ല. എന്തുകൊണ്ട്? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചില്ല. അതുകൊണ്ട് പാരായണം നടത്തുക, അതോടൊപ്പം തന്നെ നാം അതിനെ പഠിക്കാനും സമയം കണ്ടെത്തുക. ഒരു വിഭാഗം ഇങ്ങനെയാണ്, കേവലം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം, അവർ പറയുന്നത് ഖുർആൻ പഠിക്കുക, അതിൽ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്, തസ്കിയത്തുണ്ട്. ശരിയാണ്, ഹിദായത്തുണ്ട്, തസ്കിയത്തുണ്ട്. ഖുർആൻ പഠിച്ചാൽ, അർത്ഥമറിഞ്ഞാൽ ഇത് സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കും, മനുഷ്യനെ നന്നാക്കും, മനുഷ്യന് ശുദ്ധീകരണം നൽകും, തസ്കിയത്ത് നൽകും. യാതൊരു സംശയവുമില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്ന ഗ്രന്ഥം, അല്ലാഹുവിന്റെ ഗ്രന്ഥം, യാതൊരു സംശയം അതിലില്ല. ഇത് മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, ഹിദായത്ത് നൽകുന്ന, നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവനാകുന്നു അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചവൻ. ആ പ്രവാചകൻ അവരിലേക്ക് ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ തസ്കിയത്ത് നടത്തുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു. അവർ അതിനു മുമ്പ് വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ പ്രവാചകൻ വരുന്നതിന് മുമ്പ്, ആ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, അധർമ്മത്തിലായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശരി, നമുക്ക് ഈ ഖുർആൻ പഠിക്കുന്നതോടുകൂടി ഹിദായത്ത് കിട്ടും, തസ്കിയത്ത് കിട്ടും. അതുമാത്രമല്ല,
നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഈ ഖുർആൻ ഓതിയാൽ ധാരാളം പുണ്യം കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കേവല പാരായണത്തിൽ മുഴുകി, പഠിച്ചില്ല അവർ. പക്ഷെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു ഇതിൽ അള്ളാഹുവിന്റെ ഹിദായത്തുണ്ട്, തസ്കിയത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം ആളുകൾക്ക് തസ്കിയത്ത് ലഭിച്ചു, ഹിദായത്ത് ലഭിച്ചു. തീർന്നില്ല, മൂന്നാമത്തൊരു കാര്യം കൂടി വിശുദ്ധ ഖുർആനിലുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ മൂന്നാമത്തെ ഭാഗം എന്താണ്? ഈ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ഈ ഖുർആൻ അൽ ഖുർആൻ ദുസ്തൂറുന, ഈ ഖുർആൻ മനുഷ്യരുടെ ഭരണഘടനയാണ്. ഇത് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ നിലയ്ക്ക് പഠിപ്പിച്ച നിയമങ്ങളുടെ ഗ്രന്ഥം. മനുഷ്യനെ ഉണ്ടാക്കിയ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ്, മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ കരുണയുള്ള റബ്ബ്, സമാധാനം ഭൂമിയിൽ ആഗ്രഹിക്കുന്ന റബ്ബ്, അവന്റെ നിയമം എങ്ങനെയായിരിക്കും? വളരെ നല്ല നിയമമായിരിക്കും. മനുഷ്യന് വേണ്ടി നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ചില ആളുകൾക്ക് ചില നിയമങ്ങൾ ശരിയായി തോന്നും, മറ്റുള്ളവർക്ക് തെറ്റായി തോന്നും. ചില ആളുകൾ വ്യഭിചാരം ഹലാലാക്കും, സ്വവർഗരതി ഹലാലാക്കും. അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യൻ നിയമം നിർമ്മിച്ചാൽ അതിലൊരുപാട് തകരാറുകൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമം അവതരിപ്പിച്ചാൽ അത് ആത്യന്തികമായ നന്മ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ മുജദ്ദിദുകൾ അവർ പ്രഖ്യാപിച്ചത് അൽ ഖുർആൻ ദുസ്തൂറുന, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന. അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക, നിയമം നിർമ്മിക്കുക, ഭരണം നടത്തേണ്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് അത് കേവലം പള്ളിയിൽ മാത്രം ഒതുങ്ങണം. ഇസ്ലാം എന്ന് പറയുന്നത് അത് വ്യക്തി ജീവിതത്തിലും ആരാധന കർമ്മങ്ങളിലും മാത്രമാണ്. അതിനപ്പുറം അത് രാഷ്ട്രീയ കാര്യത്തിലേക്ക് വരാൻ പാടില്ല. ബാക്കിയുള്ള ദുനിയാവിന്റെ കാര്യങ്ങൾ, നിയമങ്ങളെല്ലാം ഞങ്ങൾ നടത്തുമെന്നുള്ള മുദ്രാവാക്യം മുഴങ്ങിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറബ് രാജ്യങ്ങളിൽ പോലും അദ്ദീനു ലില്ലാഹ് വൽ വതനു ലിൽ ജമീഅ്, മതം അല്ലാഹുവിന്, മതം അല്ലാഹ്ക്കിരിക്കട്ടെ, രാജ്യം ഞങ്ങൾക്കാണ്, ആ രാജ്യത്തിൽ എങ്ങനെ ജീവിക്കണം, എന്ത് നിയമം വെക്കണമൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പാശ്ചാത്യന്മാർ അധിനിവേശം നടത്തിയ മുസ്ലിം രാജ്യങ്ങളിൽ അവർ അഴിച്ചുവിട്ട ഈ ഒരു പുത്തൻ കാര്യം മുസ്ലിമീങ്ങൾ പോലും പ്രഖ്യാപിച്ചപ്പോഴാണ് മുജദ്ദിദുകൾക്ക് ഇത് പറയേണ്ടി വന്ന അൽ ഖുർആൻ ദുസ്തൂറുന എന്ന് പറയേണ്ടി വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതെ, എന്തുകൊണ്ടാണ് ഖുർആൻ നമുക്ക് നമ്മുടെ നിയമം ഖുർആനാണ്, ഭരണഘടന ഖുർആനാണെന്ന് പറയുന്നത്? വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, ഈ ഖുർആൻ നാം അവതരിപ്പിച്ചത് എല്ലാ കാര്യത്തിന്റെ വിശദീകരണമായി കൊണ്ടാണ്. അതിൽ ഒരു കാര്യമുണ്ട് ഇല്ല എന്നില്ല, എല്ലാ കാര്യം എന്തൊക്കെ മനുഷ്യന് വേണോ അതെല്ലാം നാം ഈ ഖുർആനിൽ വിശദീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞുപോയ നബിമാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചത്. ആ തൗറാത്തിൽ പ്രകാശമുണ്ട്, മാർഗദർശനമുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്മാർ ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ നിയമമുണ്ടാക്കി, ജനങ്ങളെ അതുമൂലം ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് അവർ ഭരിച്ചു. പിന്നീട് ആ പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ പിൻപറ്റി വന്ന പുണ്യപുരുഷന്മാർ, പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് അവർ ഹുക്കുമുണ്ടാക്കി, അവർ ഭരണമുണ്ടാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറയുന്നത് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. എന്നിട്ട് നാം അവർക്ക് നിർദ്ദേശം നൽകി, ആ പ്രവാചകന്മാർക്കും തൗറാത്തിന്റെ അനുയായികളായ യഹൂദ മതക്കാർക്ക് നാം നിർദ്ദേശം നൽകി, ആരൊരുത്തൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഹുക്കുമ നടത്തുന്നില്ലയോ, അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നില്ലയോ, വിധിക്കുന്നില്ലയോ, അവർ തന്നെയാണ് കാഫിരീങ്ങൾ എന്ന്
നാം ആ വേദഗ്രന്ഥത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദ 45-ാമത്തെ വചനത്തിൽ പിന്നീട് അല്ലാഹു പറയുന്നത്, ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, അങ്ങനെ മുറിവുകൾക്ക് തത്തുല്യമായ രൂപത്തിലുള്ള പ്രതിക്രിയ നടത്തണമെന്ന് നാം തൗറാത്തിൽ അവർക്ക് നിയമം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ അവർ കാറ്റിൽ പറത്തി. അവിടെയും അല്ലാഹു പറഞ്ഞു, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നേരത്തെ പറഞ്ഞു, ആരൊരുത്തൻ അല്ലാഹുവിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നില്ലയോ, ഹുക്മ നടത്തുന്നില്ലയോ, വിധി നടപ്പിലാക്കുന്നില്ലയോ, അവർ തന്നെയാണ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തീർന്നില്ല, വീണ്ടും 47-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു പറഞ്ഞു, പിന്നീട് ആ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് നാം മറിയമിന്റെ മകൻ ഈസയെ പറഞ്ഞയച്ചു. അഥവാ യഹൂദികൾക്ക് അല്ലാഹു തആല ഓരോ പ്രവാചകന്മാരെ അയച്ചതിനെ കുറിച്ച് പറയുകയാണ്. പിന്നീട് ആ തൗറാത്തിനെ പിൻപറ്റിക്കൊണ്ടുവന്ന പ്രവാചകനാണ് മറിയമിന്റെ മകൻ ഈസ. അദ്ദേഹത്തിന് നാം പ്രകാശം ഉൾക്കൊള്ളുന്ന, മാർഗദർശനം ഉൾക്കൊള്ളുന്ന ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം നാം നൽകി. എന്നിട്ട് നാം അവരോട് കൽപ്പിച്ചു, ഇഞ്ചീലിനെ പിൻപറ്റുന്നവർ അവർ ഈ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഭരണം നടത്തണം. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. 3 രീതിയിൽ അല്ലാഹു തആല അടുത്തടുത്ത ആയത്തിലൂടെ പറഞ്ഞു, ആരൊരുത്തൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഹുക്ം നടത്തുന്നില്ലയോ, ഭരണം നടത്തുന്നില്ലയോ, വിധിക്കുന്നില്ലയോ, അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ, തെമ്മാടികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ 3 സ്ഥലത്ത് പറഞ്ഞതിന് ശേഷം ഈ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് അല്ലാഹു തആല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്താണ് പ്രവാചകനോട് പറഞ്ഞത്? വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഓ നബിയേ, നാം ഇതാ നിനക്ക് സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. ആ കിതാബിന്റെ മുമ്പിലുള്ള അതിന്റെ മുന്നോടിയായി വന്നിട്ടുള്ള തൗറാത്തിനെയും ഇഞ്ചീലിനെയും സത്യപ്പെടുത്തുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരു കിതാബ് ഖുർആൻ നബിയെ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് നീ അവർക്കിടയിൽ ഹുക്മ നടത്തണം, നീ അവർക്കിടയിൽ വിധി കൽപ്പിക്കണം, നീ അവർക്കിടയിൽ ഭരണം നടത്തണം. എന്നിട്ട് പറയുന്നു, വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്. ഓ നബിയെ, നിനക്ക് ഈ സത്യം വന്നു കിട്ടിയതിന് ശേഷം നീ എങ്ങാനും നിന്റെ സ്വന്തം തന്നിഷ്ടമനുസരിച്ചുകൊണ്ട് നീ പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും പ്രവർത്തിച്ചു പോകരുത്. നിനക്ക് സത്യം വന്നു കിട്ടി, അതുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കണം. അല്ലാതെ നീ ഒരിക്കലും തന്നിഷ്ടത്തെ പിൻപറ്റിക്കൊണ്ട് ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ ഹുക്ം അനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നതിന് നീ ഒരിക്കലും മാറാൻ പാടില്ല. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. ഓരോ വിഭാഗത്തിനും നാം നിയമങ്ങൾ നൽകിയിട്ടുണ്ട്, കർമ്മ പദ്ധതികൾ നാം നൽകിയിട്ടുണ്ട്, ശരീഅത്ത് നൽകിയിട്ടുണ്ട്, നിയമം നൽകിയിട്ടുണ്ട്. ഓരോ വിഭാഗത്തിനും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കർമ്മ പദ്ധതി നാം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മാഇദ 50-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട്. അഫഹുകുമൽ ജാഹിലിയത്തി യബ്ഗൂൻ. അവർ ജാഹിലിയത്തിന്റെ ഹുക്കുമാണോ ആഗ്രഹിക്കുന്നത്? എന്ന് വെച്ചാൽ അറിവില്ലാത്തവരുടെ ഭരണമാണോ അവർ ആഗ്രഹിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യുഖിനൂൻ. എന്നാൽ ദൃഢമായി വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ഹുക്മ് എത്ര നല്ല ഹുക്മാണ്, എത്ര നല്ല ഭരണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, 3-ാമത്തെ ഭാഗം വിശുദ്ധ ഖുർആൻ നമുക്ക് കേവല പാരായണം നടത്താം, അതിലൊരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നാം പഠിക്കുക, നമുക്ക് ഹിദായത്ത് കിട്ടും, തസ്കിയത്ത് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ അവന്റെ സൃഷ്ടികൾ എങ്ങനെ ജീവിക്കണം, ഈ സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാനുള്ള ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ വിശുദ്ധ ഖുർആൻ ഭരണഘടനയാക്കി നമുക്ക് തന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇസ്സത്തും പ്രതാപവും ആധിപത്യവും ലഭിക്കും, ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഭരണഘടനയാണ്, നിയമസംഹിതയാണ് എന്ന രൂപത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അല്ലേ? പ്രവാചകൻ അള്ളാഹിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ്. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് എന്താ? പ്രവാചകൻ ചെയ്തു കാണിച്ചത്. അപ്പൊ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, നീ അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഭരണം നടത്തണം. അങ്ങനെ ആ ഒരു നിയമം കേട്ടിട്ട് പ്രവാചകൻ എന്തു ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി, ഒറ്റക്ക് തുടങ്ങി. അവസാനം മക്കയിൽ നിൽക്കാൻ കഴിയില്ല, അവിടെ ഒരു ഹുക്കുമുണ്ടാക്കാൻ, ഭരണമുണ്ടാക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ നേരെ മദീനയിലേക്ക് പോയി. പോകുമ്പോൾ പ്രവാചകൻ ലക്ഷ്യമുണ്ടായിരുന്നു, അതേ അള്ളാഹുവിന്റെ ഖുർആൻ ഭരണഘടനയാക്കി ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രവാചകൻ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് ആദ്യം പ്രവാചകൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. വിശുദ്ധ ഖുർആനിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു അറബ് ഇസ്ലാമിക രാഷ്ട്രം പ്രവാചകൻ ഉണ്ടാക്കി, മക്ക പിടിച്ചടക്കി. പിന്നീട് വന്ന ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവർ റോമയും പേർഷ്യയും അങ്ങനെ ഭൂമിയുടെ പല ഉപഭൂഖണ്ഡങ്ങളിലേക്കും ഈ ഖുർആനിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഭരണം സ്ഥാപിച്ചിട്ടാണ് പോയത്. അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ചു. ഏതാണ്ട് 1924 വരെ ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ഭരണം ലോകത്ത് ഉണ്ടായിരുന്നു. അവസാനത്തെ ഖിലാഫത്ത് തുർക്കിയിൽ തകർക്കപ്പെടുന്നതോടുകൂടി 1924 കൃത്യം 100 വർഷം മുമ്പ് ഖിലാഫത്ത് തുർക്കിയിൽ തകർക്കപ്പെട്ടതോടുകൂടിയാണ് ഇസ്ലാമിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയത്. പാശ്ചാത്യൻ പഠിപ്പിച്ചു, മതം പള്ളിയിൽ മാത്രം, മിമ്പറിൽ രാഷ്ട്രീയമില്ല, പുറത്തേക്ക് ഇസ്ലാം വരാൻ പാടില്ല, ഇവിടെ നിങ്ങൾ നിസ്കാരവും നോമ്പും തൗഹീദും സക്കാത്തുമായി പള്ളിയിൽ മാത്രം ഒതുങ്ങണമെന്ന് പാശ്ചാത്യൻ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ അടിമകളാക്കപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഒരു അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചത് കൊണ്ടാണ്. ഖുർആനിനെ നമ്മുടെ പ്രമാണ ഗ്രന്ഥത്തോടൊപ്പം ഇതൊരു ഭരണഘടനയാണെന്ന് ഉയർത്തിപ്പിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഉമ്മത്ത് ഇസ്സത്തില്ലാത്ത രൂപത്തിൽ അധപ്പതിച്ചത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ പരിപൂർണമായും നാം സമീപിക്കുക, അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നാം കടന്നു ചെല്ലുക. അത് പഠിക്കാനുള്ള അവസരമാണ് SKSMന്റെ നേതൃത്വത്തിൽ ലേൺ ദ ഖുർആൻ എന്ന് പറയുന്ന പാഠ്യപദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എക്സാം ഇൻഷാ അല്ലാഹ് ജൂൺ 30 നടക്കും. എല്ലാവരും അതിൻ്റെ പുസ്തകം കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച് നല്ല രൂപത്തിൽ പഠിക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക. വായിക്കും തോറും പഠിക്കും തോറും ധാരാളം ജ്ഞാനം ലഭിക്കുന്ന, അറിവ് ലഭിക്കുന്ന, മാർഗദർശനം ലഭിക്കുന്ന, മനസ്സിന് കുളിർമ ലഭിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ രൂപത്തിൽ നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ മുത്തഖിങ്ങളായി ജീവിക്കുക. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീൻ. നിശ്ചയമായിട്ടും ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല, ഇത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകും. എല്ലാവർക്കും ഇതിന്റെ മാർഗദർശനം കിട്ടുകയില്ല, എല്ലാവർക്കും അതിന്റെ ഹിദായത്ത് കിട്ടുകയില്ല. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന, ശരിയും തെറ്റും നോക്കി ജീവിക്കുന്ന, ഹറാമും ഹലാലും നോക്കി ജീവിക്കുന്ന, അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഹൃദയത്തിലുള്ള തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ് ഖുർആൻ, അവർക്ക് നഷ്ടമല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല എന്നുകൂടി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉയരുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരു ആവർത്തി കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യന്മാരാണ് ഇസ്ലാമിൻ്റെ ഭരണത്തെ, രാഷ്ട്രീയത്തെ ഇല്ല എന്ന് പഠിപ്പിച്ചത്. കാരണം മുസ്ലിമീങ്ങൾ ലോകത്ത് മുന്നേറുന്നത് കൊണ്ട് സഹിക്കാൻ കഴിയാത്തവർ ഓരോ ഭൂമി പിടിച്ച് ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് ഇസ്ലാം വളരുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഇത് വളരുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭരണം ചുക്കാൻ പിടിക്കുന്നവരുടെ കഴിവുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയവരാണ് ഈ രൂപത്തിൽ മതം അത് അള്ളാഹുവിന് മതി, ബാക്കിയുള്ളത് മുഴുവനും ഞങ്ങൾക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പോലും, നമ്മളെ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യമായിരുന്നു. അവർ ഇവിടെയും പഠിപ്പിച്ചു, നമ്മൾ പഠിച്ചു, നമ്മൾ ഇന്നും അത് പറയുന്നുണ്ട്. പലർക്കും ഇത് അത്ഭുതമായി തോന്നിയേക്കാം. ഇതൊക്കെ ഇവിടെ എന്തിനാണ് പറയുന്നത്? ഇവിടെ മതം പറഞ്ഞാൽ പോരെ, അത് പുറത്തല്ലേ രാഷ്ട്രീയം എന്നൊക്കെ പലരും ചിന്തിക്കും. ഇത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഹദീസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, ലതുൻഖലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, ഇസ്ലാമിൻ്റെ ഓരോ പിരികളും അഴിഞ്ഞഴിഞ്ഞു പോകും. നമ്മൾ കയർ കണ്ടിട്ടുണ്ട്, കയർ, അതിൻ്റെ ഇങ്ങനെ ഓരോ പിരികൾ ഇങ്ങനെ നമ്മൾ എടുത്താൽ ആ കയർ പിന്നീട് പൊട്ടിപ്പോകും. അങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ പിരികളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞ് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പിരി ഇങ്ങനെ അഴിഞ്ഞു പോയാൽ ജനങ്ങൾ മറ്റുള്ള കയറിനെ മുറുക്കി പിടിക്കും, അത് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിന്റെ ആ ഒരു കയറിൽ നിന്നും ആദ്യമായി പൊട്ടിപ്പോകുന്ന പിരി അൽ ഹുക്കും. നേരത്തെ പറഞ്ഞ ഭരണം, നിയമം, വിധി, അതാദ്യം അതിൽ നിന്ന് പൊട്ടിപ്പോകും. അവസാനമായി പൊട്ടിപ്പോകുന്നത് മുസ്ലിം സമുദായത്തിലും സ്വലാത്തായിരിക്കും, നമസ്കാരമായിരിക്കും, അതും പോകാനുണ്ട്. ഇന്ന് ഭരണമില്ല എന്ന് പറയുന്നവർ ഒരുപാട് കാലം കഴിഞ്ഞാൽ നിസ്കാരമില്ല എന്ന് പറയും. അതെവിടേക്കെത്തും? അങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ പിരികൾ ഇങ്ങനെ പൊട്ടി പോകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചതിൽ ഒന്ന് നമ്മൾ കണ്ടു. ഇന്ന് ഇസ്ലാമിന് ഭരണവുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നവർ പ്രവാചകന്റെ ഹദീസാണ് ഓർക്കേണ്ടത്. അങ്ങനെയല്ല, ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണ്ണ മതമാണ്, സമഗ്ര മതമാണ്. അത് മനുഷ്യന്റെ എല്ലാ ജീവിത മേഖലകളിലും മനുഷ്യൻ എവിടെയൊക്കെ കൈവെക്കുന്നുണ്ടോ അവിടെയെല്ലാം സ്പർശിക്കുന്നുണ്ട്, കൃത്യമായ നിലക്ക് അത് വിശദീകരണം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുക. പ്രവാചകൻ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ സാധിക്കും, വമാലം തഹക്കും അയിമ്മത്തുഹും ഫി കിതാബില്ലാ, അവരുടെ നേതാക്കൾ അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഹുക്കുമ നടത്തിയില്ല എങ്കിൽ. ഒരുപാട് ദുരന്തങ്ങൾ പറയുന്ന ഹദീസാണ്. ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കാനുണ്ട്. ആ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദുരന്തം ഈ ഉമ്മത്തികളിലെ ഭിന്നിപ്പാകുന്നു. ഈ ഉമ്മത്തികൾ ഇങ്ങനെ ഭിന്നിച്ചു പോകും, താറുമാറാകി പോകും. കണ്ടാൽ സലാം പറയാത്ത രൂപത്തിൽ സംഘടനകളായി, കൊച്ചു രാഷ്ട്രങ്ങളായി മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുന്ന ഒരു കാലഘട്ടം വരും. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അവരുടെ അയിമ്മത്തുകൾ, അവരുടെ നേതാക്കൾ അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ഭരണം നടത്തിയില്ല എങ്കിൽ, ഹുക്കുമ നടത്തിയില്ല എങ്കിൽ, അതിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹു അവർക്ക് ഭിന്നിപ്പ് വിധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിലൂടെയും ഇത് മുമ്പുണ്ടായിരുന്നു, ഇന്ന് ഇല്ല. വീണ്ടും നമ്മൾ ആ ദീനിലേക്ക് മടങ്ങുക, വിശുദ്ധ ഖുർആനെ ആ രൂപത്തിൽ നമ്മൾ സമീപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ ഖുർആനെ പരിപൂർണമായി പിൻപറ്റാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ
ക്യാൻസർ പേഷ്യൻ്റാണ്. അദ്ദേഹം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബാധിച്ച ആ പ്രയാസത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുമാറാകട്ടെ, ശിഫാ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ച ആളുകൾ, മദ്രസയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിലേക്ക് സഹായിക്കുന്ന ആളുകൾ സഹായിക്കുക, പണം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരിക്കലും നഷ്ടം നൽകുകയില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ എത്ര കൊടുക്കുന്നുവോ അത്രമാത്രം വീണ്ടും വീണ്ടും നമുക്ക് അല്ലാഹു തആല അധികരിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മൾ ആ മദ്രസയ്ക്ക് വേണ്ടിയിട്ടുള്ള, ആ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ ഇനിയും നമ്മൾ സമർപ്പിക്കുക. നൽകിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അന്യായമായ നിലക്ക് ജയിലിലടക്കപ്പെട്ട ആളുകളുണ്ട്. നിരപരാധികളാണ്. സത്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, നീതിക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകൾ അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ട് മരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ أعداءك أعداء الدين. ربنا اغفر لنا والإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.